ഉണരുക സൂര്യനായി ഉഷസിനു കാവലായി ഈ ധർമ്മങ്ങൾ നിസ്വാർത്ഥം. ഞാൻ ഈ കോടതി മുറിയിൽ വെച്ച് വാദപ്രതിവാദങ്ങളുടെ ഒരു അസംബന്ധ നാടകം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ബഹുമാനപ്പെട്ട നീതിപീഠം എന്റെ മാന്യനായ പ്രതിയോട് ഒരു കഥ പറയാൻ അനുവാദം തരണം. യെസ്, ഇത് കേളുച്ചാരുടെ കഥയാണ്. കേളുച്ചാർക്ക് പ്രായം നമ്മുടെ പ്രതി കുഞ്ഞമ്പൂ നായർക്ക് തുല്യം, കാഴ്ചയിലും സമാനതയുണ്ട്. കേളുച്ചാർ അതീവ ധനികനാണ്. കളത്രപുത്രാദികൾക്കൊപ്പം ധനസ്ഥിതിയുടെ മഴിത്തട്ടിൽ ചാരുകസേരയിൽ കിടന്ന് സ്വന്തം പല്ലിയുടെ കുത്തികളക്കി തന്റെ വെള്ളിക്കണ്ണിലൂടെ സൂര്യനെ നോക്കി എന്താടോ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പ്രഭാതത്തിൽ ഒരു റീവൈൻഡിങ് നടക്കുകയാണ് പുള്ളിയുടെ മൈൻഡ് സ്ക്രീനിൽ. പുള്ളി അറിയാം 72 വർഷത്തെ ഭൂമിയിലെ ജീവിതം. ബോധവും തിരിച്ചറിവും വന്നു തുടങ്ങിയ 15 വയസ്സ് മുതൽ കണക്കൂട്ടിയാൽ മതി. 72 - 15 57. 57 വർഷം ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ, പറഞ്ഞുകൂട്ടിയ നുണകൾ, കുറ്റകൃത്യങ്ങൾ, ചെയ്ത ചതി, വഞ്ചന, ഇതെല്ലാം എപ്പിസോഡുകളായി കേളുച്ചാരുടെ മനസ്സിന്റെ തിരശ്ശീലയിൽ തെളിയുകയാണ്. 15-ാം വയസ്സിൽ അച്ഛന്റെ പണപ്പെട്ടി കുത്തി തുറന്ന് ആദ്യം നടത്തിയ മോഷണം, അത് കണ്ടുപിടിച്ച് തല്ലാനോങ്ങി അച്ഛന്റെ കൈകയറി പിടിച്ച് അച്ഛനെ തിരിച്ചു തല്ലിയത്, പിന്നീട് പണത്തിനു വേണ്ടി അച്ഛനെയും അമ്മയെയും നിരന്തരം മർദ്ദിച്ചത്, ഒരിക്കൽ രോഗം മൂർച്ഛിച്ച് കുഴഞ്ഞു വീണ അച്ഛനെ അമ്മയുടെ കാൽക്കൽ വീണുള്ള കരച്ചിൽ പോലും അവഗണിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിച്ച് കൊല്ലാതെ കൊന്നത്, സ്വന്തം സഹോദരനെ അയാളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി കഠാര ഇറക്കി കൊന്നത്, ആ കുറ്റം കൊല്ലപ്പെട്ടയാളിന്റെ 13 വയസ്സുകാരൻ മകന്റെ തലയിൽ കെട്ടിവെച്ച് അവനെ തുറുങ്കിലടപ്പിച്ചത്, 4 ആളെ സാക്ഷി നിർത്തി വിവാഹം കഴിച്ച സ്ത്രീയെ അവരുടെ മരണം കൊണ്ട് അനാഥനായ മകനെ അറിയില്ല എന്ന് പറഞ്ഞത്, ആ മകനെ തല്ലി ഓടിച്ചത്, മണ്ണിനും പെണ്ണിനും വേണ്ടി നടത്തിയ അധമവൃത്തികൾ, അങ്ങനെ ഒരു പുരുഷായുസിൽ അസാധ്യമായ കുറ്റകൃത്യങ്ങളുടെ നിരന്തര ചെയ്തികൾ. സർവസാക്ഷിയായ സൂര്യൻ കേളുച്ചാരോട് ചോദിക്കുന്നതായി പുള്ളിക്കാരന് തോന്നി. എന്താടോ കേളു നീ ഇങ്ങനെ? ഒരു തെറ്റിനെങ്കിലും പ്രായശ്ചിത്തം ചെയ്ത്, ഒരു സത്യമെങ്കിലും പറഞ്ഞ്, ഒരാൾക്കെങ്കിലും നന്മ ചെയ്ത്, ഒരു ദിവസമെങ്കിലും മനുഷ്യനായി ഉറങ്ങാനും ഉണരുവാനും കഴിയില്ലേ നിനക്ക്? കേളുച്ചാരുടെ തലയിൽ ബോധത്തിന്റെ വിളക്ക് തെളിഞ്ഞു. ഒരു നാൾ ദൈവത്തിന്റെ വിചാരിപ്പ് മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കയ്യിൽ കരുതാൻ കൂട്ടിവെച്ച പണച്ചാക്കുകൾ കൂടെ ഉണ്ടാവില്ല. 6 അടിയിൽ കൂടുതൽ മണ്ണും വേണ്ടി വരും അദ്ദേഹത്തിന്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് മുമ്പിൽ കണ്ണടച്ച് നമസ്കരിച്ച് കേളുച്ചാർ പറഞ്ഞു, ഒരവസരം തരിക, ഒരവസരം, സത്യം പറയാൻ, പ്രായശ്ചിത്തം നടത്താൻ, പാപപരിഹാരം. ഉടനെ ദൈവം കേളുച്ചാരുമായി ഇന്റർനെറ്റ് വഴി ബന്ധപ്പെട്ടെന്നോ കേളുച്ചാർ വാഴ്ത്തപ്പെട്ടവനായി എന്നോ കഥയിലില്ല. പക്ഷെ ഒന്നുണ്ട്, അന്നത്തെ രാത്രി കേളുച്ചാർ സുഖമായിട്ടുറങ്ങി. 57 വർഷത്തെ ജീവിതത്തിനിടയിൽ അയാളുടെ സ്വപ്നത്തിൽ പൂപ്പാടങ്ങളും ചിത്രശലഭങ്ങളും ദേവസംഗീതത്തിന്റെ ഈണങ്ങളും ഉണ്ടായിരുന്നു. എന്റെ മാന്യനായ പ്രതി, എന്റെ ചെറിയച്ഛൻ ശ്രീ കുഞ്ഞമ്പൂ നായരോട് ഞാൻ ചോദിക്കുന്നു, സത്യം തെളിയിക്കാൻ ശാസ്ത്രവിധികളുണ്ട്, അത് തെളിയുക തന്നെ ചെയ്യും. പക്ഷേ ദൈവം തന്ന നാവുകൊണ്ട് ആ സത്യം പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? ആ നിൽക്കുന്ന ആലി എന്ന രാഘവൻ നിങ്ങളുടെ മകനാണ് അല്ലേ? അതെ. That's all, Your Honor. മാലു മോളെ, സത്യമൊക്കെ കോടതിയിൽ ഏറ്റു പറഞ്ഞു എന്ന് കേട്ടു. ഇപ്പൊ ഞാൻ ആരായി? 2ാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ? ഇനി ആരൊക്കെയാണാവോ ബന്ധു അവകാശം സ്ഥാപിച്ച് വരാൻ പോണത്? പുതിയ അവകാശികൾ വന്ന് ഭരണം തുടങ്ങണതിന്റെ മുമ്പേ ഒന്ന് പറയാൻ മനസ്സ് കാട്ടണേ. ഇറക്കി വിടും മുമ്പ് കുട്ടികളെ വിളിച്ചു പോവാനാ. പോകണ്ടോ അപ്പുറത്ത്? സ്വസ്ഥത വേണം എനിക്ക്. ഹലോ, ഓ, എന്നെ കാണുമ്പോഴേക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവാൻ തുടങ്ങിയില്ലേ? 2ാം ഭാര്യയ്ക്ക് കുട്ടികളുടെ അച്ഛന്റെ സ്വത്തിന് അവകാശം ഇല്ലാന്നറിയാം. എനിക്ക് നിങ്ങളുടെ 4 മണ്ണും വേണ്ട, 4 മുക്കാലും വേണ്ട. പക്ഷേ എന്റെ കുട്ടികളെ തെരുവിലാക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. മരുന്ന് ഒഴിക്കട്ടെ അച്ഛാ?
അമ്മ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. അത് കേട്ട് വിഷമിക്കണ്ട കേട്ടോ. ആരും പെരുവിടിയിലൊന്നും ആവില്ല. എന്താ കുട്ടികൾക്ക് വേണ്ടതൊക്കെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീട് വിട്ട് ഇറങ്ങേണ്ടിയും വരില്ല. ആ ഇനിയിപ്പോ അങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും സന്തോഷമേ ഉള്ളൂ അച്ഛാ. അതെന്താ എന്റെ കുട്ടിയെ? ഇതൊരു വീടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ മോളെ? ഏയ് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ അച്ഛാ. അച്ഛൻ കണ്ണടച്ച് കിടന്നോളൂ, ഞാനിപ്പോ വരാട്ടോ. ആരാത്? മാലു? മാലു ഒന്നുമില്ല ഇവിടെ, ഇത് ഞാനാ. മാലു പോയോ? ആ പോയി കാണും. എന്ത് പറ്റി അച്ഛന്? എന്തിനാ കോടതിയിലല്ല എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയേ? എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ? ഇനിയും വേഷം കെട്ടി നിന്ന് കോടതി മുറികളിൽ വഷളാവാൻ വയ്യാത്തതുകൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു. അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ. എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന്. വെറുതെ കുരുത്തക്കേടൊന്നും കാട്ടണ്ട, അവവേഗം കാട്ടാൻ എളുപ്പമാണ്. ഉപദേശം ചോദിച്ചില്ല. നാട് മുഴുവൻ സംബന്ധവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേക ബുദ്ധി. എന്താ? 4 ആളെ വിളിച്ചുകൂട്ടി ഒരുത്തി അമ്പലം നടന്ന് താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നല്ലേ? നീ പോവാൻ. ഞാൻ പോവാം. പക്ഷെ വീതം വെക്കുമ്പോ അവൻ എത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും. ഇനി അങ്ങോട്ട് കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട. മൂത്ത മകന്റെ അധികാരമല്ല, ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ. പച്ചെടുക്കെ അനുസരിക്കാൻ നിന്നെയോ? ആരാ നീ? നിനക്ക് ഒരു പഴയ കഥ പറഞ്ഞു തരട്ടേടാ ചക്ക, കേട്ടോ. കൊല്ലം കുറെ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോക്കിന് ചുട്ടു. ഒളിവിപ്പോയി എന്നെ പിടികൂടി കേസന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദൻ നായർ എന്ന ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു. പുള്ളിക്ക് പണം വേണ്ട, പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന്. ഏതോ പരദേശി സമ്മാനിച്ചു പോയ 3 മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിയിരിക്കുക മോള്. കൊലക്കയറിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുന്ന ഞാൻ സമ്മതം പറഞ്ഞു. അവളാ എൻ്റെ ഭാര്യ ഇന്ദ്രാണി. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു. ആ ഒത്തുകച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ബോണസ്. തെളിവെടുപ്പിന് വിളിപ്പിക്കണോ ഇന്ദ്രാണിയെ? ഗർഭമുണ്ടാക്കിയവന്റെ പേര് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അച്ഛൻ ആരാണെന്ന്. എന്താടാ, വിളിക്കണോ? കരയണ്ട, പക്ഷഭേദം കാട്ടിയിട്ടില്ല ഞാൻ. സ്വന്തം കുട്ടികളെ പോലെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ഇതിപ്പോ നീയായിട്ട് പറയിപ്പിച്ചതല്ലേ? പോട്ടെ, സാരമില്ല. ഇതാരെങ്കിലും അറിഞ്ഞാൽ? പറയില്ല ഞാൻ. അറിഞ്ഞാൽ, നാരായണൻ അറിഞ്ഞാൽ പിന്നെ അതിലും വലിയ തോൽവി എനിക്കില്ല. അറിയില്ല, അറിയിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, പഴയ മൂപ്പിൽ കുഞ്ഞമ്പു നായരുടെ വീരൻ ചോർന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു പോകൂ. അതുകൊണ്ട്
അമ്മേ, അച്ഛൻ പോയി അമ്മേ. അമ്മേ, അച്ഛാ, ജഗദാ, അച്ഛാ. എല്ലാവരും എവിടെ പോയി കിടക്കുന്നു? ഗിരി ചതിച്ചു. കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു. ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ, നീ നല്ല ചിത ചമച്ചീരണം, നീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ത മരിക്കുമ്പോ ഗിരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഓ സാർ, എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. എന്തോ പറയാനാഞ്ഞപ്പോഴൊന്നും നെഞ്ചിലെ കടുപ്പോ ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ. ഗിരി പറഞ്ഞതുപോലെ നാരായണ ഇത്തിരി ക്രൂരത കാട്ടിയെന്നു തോന്നുക. കൊന്നതാ കുട്ടികൃഷ്ണ, ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു. ഒരു മിത്രം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ വേദന നിറയുമെങ്കിൽ ഒരു ശത്രു ഇല്ലാതായി എന്നറിഞ്ഞപ്പോ ഒരുതരം ശൂന്യത. തനിക്കിത് എന്ത് പറ്റിയിടോ? ജന്മം തന്നയാളിന്റെ വിയോഗത്തിൽ ആലി എന്ന രാഘവ തനിക്ക് വേണമെങ്കിലൊന്ന് കരയാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. ആദ്യം പേടിയായിരുന്നു അയാളെ, പിന്നെ അത് വെറുപ്പായി മാറി. കോടതിയിൽ വെച്ച് എന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തോറ്റത് നമ്മളാണോ എന്ന് തോന്നി. അത് തൻ്റെ മനസ്സിന്റെ നന്മ. മരണം ചിലരെ മഹാന്മാരാക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 72 വർഷത്തിനിടെ മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഏക സത്യം, അന്തസ്സുള്ള ഏക വർത്തമാനമായിരുന്നു ആ വെളിപ്പെടുത്തൽ. അതും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ. ഒരു തരത്തിൽ ഇതൊരു ലാഭമല്ലേ? എന്റെ കവി, ഒരു പേമാരിക്ക് ആകാശമൊരുങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു? ഹേ, വരിക, ഈ സുരപാന സംഘത്തിൽ അണിചേരുക. ഞങ്ങൾക്കിത് ഒപ്പേരുപാട്ടിന്റെ നേരമാണ്. ആ, സാവിത്രി കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. പോയി കണ്ടു. താനേ കാളിയാർമഠം വരെ ഒന്ന് പോണം. എന്തിന് പോണം? താൻ മാത്രം മതി. അറിയാം, പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അവൻ എവിടെ? എന്തിനാ ഇവിടെ വന്നത്? അവൻ എന്താ എന്റെ വീട്ടിൽ കാര്യം? വിളിക്കണോ അവനെ? വിളിക്കണോ അവനെ? എന്തിനാടോ വെറുതെ തൊണ്ട കയറുന്നത്? എന്നെയല്ലേ നിനക്ക് കാണേണ്ടത്? എന്താടാ നിനക്ക്? എന്താടാ വേണ്ടത്? ആരോട് ചോദിച്ചിട്ടാണ് നീ വീടിന്റെ പടി ചവിട്ടിയത്? ഇറങ്ങണ, ഇറങ്ങണ നായെ പുറത്ത്. കുമാര, പുറത്തിറങ്ങിക്കോളൂ. ഇറങ്ങിട്ട വാനടിച്ചോളൂ. ആ ഇറങ്ങിക്കോളൂ. പുറത്തുണ്ടാവും. അവിടെ ആരാ ഉള്ളത്? പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാനടിച്ചോളൂ. ഇത് ഞങ്ങൾ കുടുംബക്കാരുടെ മാത്രം ഒരു കാര്യം. കുടുംബക്കാരൻ? ആരാ കുടുംബക്കാരൻ? നീയോ? നീ പ്രതികാരം നടത്തിയതിന്റെ സുഖത്തിലല്ലടാ. നീ കോടതി മുറിയിൽ വെച്ച് ചിത്രവധം ചെയ്തതിന്റെ വേദന സഹിക്കാൻ പറ്റാതല്ലടാ ഞങ്ങളുടെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചത്. പൊട്ടി നാടൻകളി നിർത്താറായില്ലടാ. നീ ഇവിടെ കണ്ടോ ഈ കുഞ്ഞനിയത്തിയെ? ഏട്ടാന്ന് പറഞ്ഞ് നിന്റെ പിറകെ തൂങ്ങി നടക്കുന്ന ഈ കുട്ടിയെ, സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് സാക്ഷ്യം നിൽക്കേണ്ടി വന്നതിനെ പകപ്പ് മാറാൻ നിൽക്കുന്ന ഇവളെ കണ്ടോ നീ? ഇന്ദ്രാണി അമ്മയുടെ ജാരസന്തതിയെ പ്രഥമപുത്രനായി യുവരാജാവായി വാഴിച്ച് എല്ലാ പിറപ്പുകേടിനും കുട പിടിച്ചു തന്ന കുഞ്ഞമ്പൂ നായരെ നീ കൊന്നുവന്നിരുന്ന ഈ പിള്ളേര് പേടി കൊണ്ട് വിളിപ്പിച്ചാ തന്നെ. നീ എന്ന വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കൂരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട്.
നാരായണ, ഗിരി എന്ത് ചെയ്തു? കുഞ്ഞമ്മു നായർക്ക് പിഴച്ചുപോയി ഇന്ദ്രാണിയമ്മേ. പാമ്പിനെ വളർത്തിയത് ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ തിരിഞ്ഞു കൊത്തി. എന്താ 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 നീ പറഞ്ഞുണ്ടാക്കുന്നത്? എന്നെ എന്റെ കൂടപ്പിറപ്പുകളും തമ്മിലടിപ്പിക്കാനാ? ആരെന്ത് കണ്ടു? ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല. ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെ കുറിച്ച്. നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ്. നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കും. ഇറങ്ങിപ്പോണം ഈ രാത്രിയിൽ. ഇനി ഇവിടെ പുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പേടിയാണ്. എന്ത് ചെയ്യാൻ മടിക്കില്ലയാള്. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ടാന്ന് കരുതിയാണ്. ആയുധം എടുക്കരുതെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഇവിടെ കണ്ട ആൻസറിന്റെ കേട് കാട്ടേണ്ടി വരും ഞങ്ങൾക്ക്. അർഹിക്കുന്നതിലും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോ. പോവാ ഞാൻ, തന്തയില്ലാത്ത നിങ്ങളുടെ മോൻ. ഇനി തമ്മിൽ കാണില്ല. വേശ്യാസ്ത്രീയെ, നിന്നോടാ പറയുന്നത്. കാണണ്ട എനിക്ക് നിന്നെ, മഹാപാവി. മനസ്സ് നിറയെ കൊണ്ടുനടക്കുന്ന കുനിഷ്ടും കുന്നായ്മയും കഴുകിക്കളഞ്ഞു. ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ നോക്കും. ഇറങ്ങിപ്പോയവന് പകരമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും മോനെ എന്ന് വിളിക്കാം. വിളിച്ചാൽ വിളി കേൾക്കും, ഓടി വരികയും ചെയ്യും. 5 അങ്ങനെ വിശ്വസിക്കാം. കരുതിയിരുന്നോ, അവൻ പാപപരി ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല. പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് വരും, കല്ലിൽ വിഷം നിറച്ച്. കുമാര, പറ മുതലാളി, എന്തിന് കുമാരനുണ്ട് കൂടെ? നീ പെരുമാൾപുരം വരെ ഒന്ന് പോണം. അതെങ്ങനെ മുതലാളി? എന്നെ അവിടുന്ന് പുറത്താക്കിയതല്ലേ? പോണമെന്ന് പറഞ്ഞാൽ പോകാം, അതായിരിക്കണം മറുപടി. മനസ്സിലായോ?